ഹായ് ഫ്രണ്ട്സ്, അജിന്ത്യ പ്രിസ ഫാമിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ വന്നിരിക്കണതേ ഒരു ഫാമിലാണ്. അടിപൊളി ഫാം. എൻ്റെ കൂടെ കണ്ടോ, നമ്മൾ പണ്ട് 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 കാലത്ത് കണ്ടിരുന്ന കുറേ അതിഥികളൊക്കെ ഉണ്ട് ഇവിടെ. പണ്ട് കാലത്ത് അതിഥികളല്ല, അതിഥികളല്ലല്ലോ, നമ്മുടെ വീട്ടുകാർ തന്നെ അല്ലേ. ഇവിടെയൊക്കെ നമ്മുടെ മുറ്റത്ത് ഇങ്ങനെ കൊത്തി പറിച്ച് നമ്മൾ എറിയുന്ന ചോറും വറ്റികള്, പാത്രം കഴുകുന്ന, പണ്ടൊക്കെ നമ്മൾ മുറ്റത്തൊക്കെ പാത്രമൊക്കെ കഴുകുമ്പോ അവിടെ നിന്നൊക്കെ ഇങ്ങനെ ചോറ് വറ്റികളൊക്കെ ഇങ്ങനെ കൊത്തി കഴിച്ചിരുന്ന നമ്മുടെ നാടൻ കോഴികൾ കണ്ടോ. ഈ കോഴിക്കൂട്ടം അല്ലെ, ചാത്തൻ കോഴി കണ്ടോ. ഇങ്ങനെയുള്ള കോഴികളെ നമ്മൾ കണ്ടിട്ട് എത്ര നാളായില്ലേ. നല്ല ചുണക്കുട്ടന്മാരായിട്ട് ഓടി നടക്കുന്നത് കണ്ടോ. നല്ല ചുമപ്പ്, മഞ്ഞ, വെള്ള അല്ലേ. പണ്ടത്തെ നമ്മുടെ അടുക്കളപ്പുറമൊക്കെ ഓർമ്മ വരും അല്ലെ. നമ്മുടെ പണ്ടത്തെ കോഴിക്കോടുകള്, അടുക്കളപ്പുറങ്ങള്, ഇതൊക്കെ ഓർമ്മിപ്പിക്കുന്ന നല്ല. ഇവിടുത്തെ ഈ ഫാമിലെ ഒരു പ്രത്യേകത എന്താണെന്നറിയോ. ഇവര് ഇതില് നമ്മുടെ വയർ കാലിത്തീറ്റ, നമ്മുടെ പുരാതന, എന്താ പറയാ, ന്യൂ ജനറേഷന്റെ കാലിത്തീറ്റകളൊന്നും ഇവർ യൂസ് ചെയ്യുന്നില്ല. ഇവിടെ ഇവർക്ക് പശുക്കുട്ടികളും എല്ലാം ഉണ്ട്. അവരുടെ ചാണകം അതിന്ന് കൊത്തി തിന്ന് ഇവരിതിനെ വളമാക്കി മാറ്റും. ഈ വളങ്ങള് ഇവർ ഈ പുല്ലുകളിലേക്ക് കണ്ടോ. പുല്ലുകള്, ചെടികള്, വാഴകള് ഇവിടെ ഒക്കെ ഉണ്ട്. ഒക്കെ കാണാൻ നമുക്ക് ഭയങ്കര രസമായിരിക്കും. അത് നമുക്ക് കാഴ്ചകളിലേക്ക് പോയാലോ? വരൂ ട്ടാ. മാറ്റരുത് കേട്ടോ. ഹായ് കണ്ടോ, എന്തു ഭംഗിയല്ലേ. നോക്കൂ, സിടകുടഞ്ഞു നിൽക്കുന്നത് കണ്ടോ. എന്തു രസമായിട്ടാണ്. കൊറേ കുഞ്ഞു കോഴികള് കണ്ടോ, കുഞ്ഞു വാവകളെ കണ്ടോ. ഓ, ഇവരൊക്കെ ഇങ്ങനെ വലുതായി കൊണ്ടേയിരിക്കണം കണ്ടോ. നമ്മുടെ ആ ചാണകമാണ് ഇവരുടെ, എന്താ പറയാ, നമ്മുടെ പണ്ടത്തെ പോലെ ചാണകത്തിൽ ഇവര് വളാക്കി മാറ്റുന്നു. ഇവര് ഇവിടത്തെ കർഷകരാണ്. ഈ കോഴികളാണ് ഇവിടത്തെ കർഷകര്, പണിക്കാര്, നമ്മുടെ നാടൻ പണിക്കാര്. അവരാണ് ഇവരെല്ലാവരും. കണ്ടോ, എന്ത് രസമായിട്ടാണല്ലേ നിൽക്കുന്നത്. ഇവിടെ ഇതാ നമ്മളുടെ പശുക്കുട്ടികള്, നാടൻ പശുക്കൾ നമ്മളുടെ തൊഴുത്തുകളില്, പിന്നെ നമ്മുടെ നെൽപ്പാടങ്ങളില്, പാടത്തും പറമ്പിലൊക്കെ ഇങ്ങനെ മേഞ്ഞ് കളിച്ചിരുന്ന നാടൻ പശുക്കള്. അതൊരു നല്ലൊരു ഇതല്ലേ കാണുമ്പോ തന്നെ. പണ്ടത്തെ ചേട്ടാ, നമ്മളുടെ അമുതയുടെ വീട്ടിലാണ് പശുക്കൾ ഉണ്ടായിരുന്നത്. അപ്പം അമുതയുടെ വീടൊക്കെ എനിക്ക് ഓർമ്മ വന്നു പോയി. അവിടെ മറ്റമ്മ, അച്ചാച്ചൻ ഇവരെല്ലാവരും ഇങ്ങനെ പശുവിനെ കറന്ന് പാലൊക്കെ എടുത്ത്, എന്നിട്ട് അത് മേടിക്കാൻ ആൾക്കാർ വരും, കൊണ്ടുപോയി കൊടുക്കും. നല്ല രസാണ് ഒരു ഇത്. നല്ല രസം. നാടൻ പശുക്കൾ. ഇത് ആ കുട്ടികളാണ് കേട്ടോ. ഇവരുടെ അമ്മ വലിയ മുതിർന്നവർ അവിടെയുണ്ട്, അച്ഛനും അമ്മയും ഒക്കെ അപ്പുറത്താണ്. ഇവിടെ കുഞ്ഞു കുട്ടികളാണ്, ചെറിയ കുട്ടികളാണ്. ഇതാ ആളൂർ പുല്ലൊക്കെ ചെത്തിയെടുക്കുന്നത് കണ്ടോ. ഇത് ഇവിടെ വളർത്തുന്ന പുല്ലുകളാണ് കേട്ടോ. ഇവിടെ വളർത്തിയിട്ട് നമ്മുടെ പശുക്കൾക്കും, പിന്നെ അതുപോലെ കോഴികൾക്കും, പിന്നെ ആനകൾക്കും ഒക്കെ ഇവിടുന്ന് പുല്ല് കൊണ്ടുപോകാറുണ്ട്. എല്ലാവർക്കും കൊടുക്കട്ടോ, അല്ലെങ്കിൽ അവർ കരയും. എല്ലാരും ഇണി ഉണർന്നു പാവം. ആള് പുല്ല് ചെത്തിക്കൊണ്ട് പോവാ. ചുണ്ടരി, ഹലോ, വാ കഴിച്ചോ. ഏയ് ഹലോ. എനിക്കിങ്ങനെ കൊഞ്ചിക്കാനൊന്നും വലിയ അറിയൊന്നുമില്ല, പക്ഷെ എനിക്ക് ഇഷ്ടമാണ് പശുക്കളെ, ഭയങ്കര ഇഷ്ടമാണ്. ഇനി നമ്മൾ പൂപ്പാടത്തേക്ക്. കണ്ടോ, ജമന്തി പൂക്കൾ, ജമന്തി അല്ല, ചെണ്ടുമല്ലി അല്ലേ, ചെണ്ടുമല്ലി പൂക്കള്.
ഇതൊക്കെ ചീരയുണ്ട്, ചീര. പിന്നെ അതിന്റെ ഉള്ളില് കുറ്റിമുല്ല എന്തൊക്കെയുണ്ട്. ചീര കാണാം ഇഷ്ടം പോലെ, കണ്ടോ. ഇത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ 500 ചെടികളല്ല, ഇത് 500 കിലോകളുണ്ട്. ഇത് ആദ്യമായിട്ടാണ് ഈ ഫാമില് ഈ ചെണ്ടുമല്ലി കൃഷി ചെയ്യണത്. അത് നല്ല സക്സസ് ആവുക ചെയ്തു. ആദ്യം ഒരു പ്രാവശ്യം ഇത് നുള്ളിയെടുത്ത് കഴിഞ്ഞതാണ്, പൂക്കളെല്ലാം നുള്ളിയെടുത്ത് കഴിഞ്ഞതാണ്. എന്നിട്ടും ഇതെല്ലാം ഇങ്ങനെ വീണ്ടും നന്നായിട്ട് ഇതായി. ഇവിടുത്തെ വളം എന്ന് പറയുന്നത് നമ്മളുടെ ഈ ഫാമിൽ തന്നെയുള്ള പശുക്കൾ തന്നെയാണ് ഇതിലേക്കുള്ള ചാണകം, പിന്നെ മൂത്രം, ഇതെല്ലാം നമുക്ക് പശുക്കളാണ് നമുക്ക് ഇവിടേക്കുള്ള വളങ്ങളെല്ലാം തന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ പശുക്കൾക്ക് നമ്മൾ ഇവിടെ വളരുന്ന പുല്ല് ഇവർക്ക് നമ്മൾ ഭക്ഷണമായിട്ട് കൊടുക്കുന്നു. പശുക്കള് നമുക്ക് അവരുടെ ചാണകവും മൂത്രമൊക്കെ തന്ന് നമ്മൾ ഇവിടെയും വളർത്തും. നേച്ചുറൽ ആയിട്ടുള്ള പരിപാലനം. കണ്ടു ചേട്ടാ, ഇതൊരൊറ്റ ചെടിയാണ്. സാധാരണ ഈ ചെണ്ടുമല്ലി ചെടി എന്നൊക്കെ പറഞ്ഞ ഒരു 10 പൂക്കള് 15 പൂക്കളൊക്കെ കാണുള്ളൂ. പക്ഷെ ഈ ഒരു പൂവ് തന്നെ ഒരു 75 ഗ്രാമൊക്കെ കാണും. പിന്നെ അത് മാത്രല്ല കേട്ടോ, ഈ ചെടിയുടെ ഇതില് ഒരു 30ഓളം പൂക്കൾ തന്നെ ഇപ്പോഴും നിൽക്കുന്നുണ്ട്. ഇനിയും മുട്ടുകൾ തന്നെ കണ്ടില്ലേ ഉണ്ടായി നിൽക്കുന്നത്. ഇതിന്റെ വെച്ചാല് നല്ലതെന്ന് വെച്ചാല് ഇവിടെ ആദ്യം ചാണകക്കുണ്ടായിരുന്നു. അപ്പൊ അത് നികത്തി നമ്മളിവിടെ ഈ വിത്തൊക്കെ പാവി ഇങ്ങനെ മുളപ്പിച്ചു. അതിന്റെ ഒരു ഗുണമാണ് നമ്മളിപ്പോ ഇത് കാണുന്നത്. കണ്ടില്ലേ, അതിന്റെ ഒരു ഭംഗിയാണ് ഈ പൂക്കൾക്കൊക്കെ കാണുന്നത്. പിന്നെ ഈ ഓറഞ്ച് പൂക്കൾ എന്ന് പറയുന്നത് ഒരു 500 എണ്ണവും, അതുപോലെ മഞ്ഞ ചെണ്ടുമല്ലി എന്ന് പറയുന്നത് 500 എണ്ണം. അങ്ങനെ മൊത്തം ഒരു 1000ഓളം ചെണ്ടുമല്ലികളാണ് ഇപ്പൊ ഇവിടെ നിൽക്കുന്നത്. ഒരുപാട് തവണ അത് പൊട്ടിച്ചു കഴിഞ്ഞു കേട്ടോ. എന്നിട്ടാണ് നമുക്ക് ഇത്രയും ഭംഗി ആസ്വദിക്കാനും ഇത്രയും ഭംഗിയോടുകൂടി നിൽക്കുന്നത്. ഇനി മുട്ടുകൾ ഉണ്ടായിക്കൊണ്ടേയിരിക്കുകയാണ്. കണ്ടോ, കുറ്റിമുല്ലയുടെ മുട്ടിട്ട് നിൽക്കുന്നത് കണ്ടോ, നിറച്ച് കുറ്റിമുല്ല വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നമുക്ക് ആടുകൾ കാണാം. കുറെ നാളെ കുഞ്ചാക്കോ ബോബന്റെ സിനിമ കണ്ടു തുടങ്ങിയതാ. ഇവിടെ ജമുന പ്യാരി ഇവിടെ ആളുണ്ടെന്ന് പറഞ്ഞു. ആളെ കാണാനാണ് ഞാൻ വന്നത്. ആരാണ് ജമുന പ്യാരി? ഇതാണ് ഹൈദരാബാദി ബീറ്റൽ. നല്ല സുന്ദരി ആടാണ്. കണ്ടോ, ചെവിയൊക്കെ കണ്ടില്ലേ, എന്ത് ക്യൂട്ടായിട്ടാണല്ലേ ചെവി നിൽക്കണത്. അതിന്റെ വലിപ്പം കണ്ടോ, നമ്മുടെ സാധാരണ ആടുകളിലേക്കാളൊക്കെ ഒരു 4 മടങ്ങൊക്കെ ഉണ്ടാവൂലെ. അതിന്റെ ചെവിക്കൊക്കെ ഒരു നീളം വരും. പിന്നെ അതിന്റെ മൂക്ക് കണ്ടില്ലേ, ഇത് ഒരു നമ്മുടെ എന്താ പറയാ തത്തയുടെ ഒക്കെ പോലെയില്ലേ മൂക്കിന്റെ ഒരു ഇത്. എനിക്കൊന്ന് കാണാൻ കണ്ടാ എന്റെ ഡ്രസ് ഈ ആൾക്ക് എന്നെ ഭയങ്കര ഇഷ്ടപ്പെട്ടു. ഈ ക്യാബിൻ എന്ന് പറഞ്ഞത് നമ്മുടെ പ്രസവ മുറിയാണ്. ഇവിടെ പ്രസവിച്ച അമ്മമാരും കുട്ടികളൊക്കെ കിടക്കുന്ന ഒരു സ്ഥലമാണ് കേട്ടോ. കുഞ്ഞു കുട്ടികൾ കണ്ടോ, കുഞ്ഞാവകള്. അത് ഇവർക്ക് ഒരു 3 ആഴ്ച പ്രായമായിട്ടുള്ള കുട്ടികളാണ്. ഇത് 28 കുട്ടികളുണ്ട് അല്ലെ, 28 കുട്ടികളുണ്ട്. എന്തോ അവരുടെ ആ ഒരു ഇണക്കൊക്കെ വന്ന് തുടങ്ങുന്നുള്ളു. അമ്മയെ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്ന കുഞ്ഞു മണികള്. ആ നിൽക്കുന്നതില്ലേ, അതാണ് പഞ്ചാബി ബീറ്റൽ. ആ അമ്മയുടെ കുട്ടികളാണ് കേട്ടോ ആ 3 എണ്ണം. ഇപ്പൊ എന്ത് ഭംഗിയായിട്ടാണല്ലോ ഇരിക്കുന്നത്. ഇതെന്ന് വെച്ചാല് നമ്മുടെ നാടൻ ആടുകളിൽ നിന്നും ഇവർക്ക് നന്നായിട്ട് കൂടുതൽ പാലുണ്ടാവും. അതുപോലെ ഇവരുടെ കണ്ണുകള് വെള്ളാരം കണ്ണ് പോലെയാണ് ഇരിക്കുക. പിന്നെ ഇവരെ ഡെലിവറി എന്ന് പറയുന്നത് വർഷത്തിൽ 1 പ്രാവശ്യമാണ് ഉണ്ടാവുക. നമ്മൾ സാധാരണ മലബാറിലെ 2 പ്രാവശ്യമാണ് ഡെലിവറി നടക്കാമെങ്കിലും നമ്മുടെ പഞ്ചാബി ബീറ്റൽ ആടുകൾക്ക് വർഷത്തിൽ 1 പ്രാവശ്യമാണ്. പിന്നെ നല്ല അഴകുള്ള ആടുകളാണ്. നിങ്ങൾ ഈ കുട്ടികളെ കണ്ടോ, ഈ കുട്ടികളെയും നമ്മുടെ പഞ്ചാബി ബീറ്റലിന്റെ കുട്ടികളെയും കണ്ടോ, ഇരട്ടി വലുപ്പമാണ്. ഒരേ സമയത്ത് ഡെലിവറി നടന്നതാണ് കേട്ടോ ഈ 2 പേർക്കും. പക്ഷെ കുട്ടികളുടെ വലുപ്പം കണ്ടോ, അതാണ് പഞ്ചാബി ബീറ്റൽ ഒരു പ്രത്യേകത. നിങ്ങൾ ഇത് കണ്ടോ, നമ്മുടെ പട്ടാളക്കാരുടെ ജേഴ്സി പോലെയല്ലേ, പട്ടാളക്കാരുടെ വസ്ത്രങ്ങൾ പോലെയല്ലേ ഈ ആടുകളെ കണ്ടാല്. ഇത് രാജസ്ഥാനിയിലെ
ശിരോഹി, രാജസ്ഥാനിൽ മാത്രം കണ്ടുവരുന്ന ശിരോഹി വർഗത്തിൽപ്പെട്ട ആടുകളാണ് കേട്ടോ ഇത്. ഈ ആടുകള് അവർക്ക് നമ്മുടെ പഞ്ചാബി ബീറ്റലിന്റെ പോലെ തന്നെ ധാരാളം പാല് കിട്ടുന്ന വർഗ്ഗം തന്നെയാണ് രാജസ്ഥാനി ശിരോഹി വർഗത്തിലുള്ള ആടുകളും. നിങ്ങള് ആ ഒരു അറ്റത്ത് നിൽക്കുന്ന ഒരു കൊമ്പൊക്കെ പിരിഞ്ഞു നിൽക്കുന്നത് കണ്ടോ? അതൊരു കരോളി വർഗത്തിൽപ്പെട്ട ആടുകളാണ്. അതിനൊരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ കാലുകൾ കണ്ടില്ലേ, ഒരു ബ്രൗൺ കളറ്, ശരീരം ബ്ലാക്ക്, ചെവിയിൽ അവിടെ ബ്രൗൺ. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു നമ്മുടെ ഒരു ഡാഷ് ഡോഗിനെ നമുക്ക് ഓർമ്മ വരും അല്ലെ. അതിനോട് സാമ്യമുള്ളത് തന്നെയാണ്. അതൊരു കരോളി വർഗത്തിൽപ്പെട്ട ആടാണ് കേട്ടോ അത്. നിങ്ങള് ഇവിടെയൊക്കെ അവിടുന്ന് തൊട്ട് നമ്മുടെ ഓരോരോ കമ്പാർട്ട്മെന്റ് ആയിട്ട് തിരിച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ ഈ ആടുകളിലേക്ക് കണ്ടോ, 150ഓളം ആടുകൾ ഉണ്ട് കേട്ടോ. നമ്മുടെ ഓരോ സംസ്ഥാനത്തെയും ഒരു പ്രത്യേക വർഗത്തിൽപ്പെട്ട വിവിധ ആടുകൾ ഇവിടെ തന്നെയുണ്ട്. ഓരോന്നിനും അതിൻ്റെതായ മേന്മകളും ഒക്കെയുള്ള ആടുകള്. ഈ ചുള്ളനി എന്ന് കാണിച്ചേ, ഇങ്ങനെ കണ്ടോ, ബ്രൗൺ ബീറ്റൽ. ഇവനാണ് ഇവരെയുള്ള പിള്ളേരുടെ ഒക്കെ അച്ഛൻ. ഇവിടെ എന്താന്ന് വെച്ചാൽ നമ്മൾ ഈ ഭാഗത്താണ് നമുക്ക് ഭക്ഷണം കൊടുക്കുന്ന ഒരു സ്ഥലം, ആടുകൾക്ക് ഒരു ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരു സ്ഥലം. ഇവിടെ ആളുകൾ ഒരാളേ ഉള്ളൂ ഇവിടെ പണിക്ക്. രാവിലെ ഒരു അരമണിക്കൂർ, അതുപോലെ വൈകിട്ട് ഒരു അരമണിക്കൂർ. കണ്ടോ, ഇവിടെ ഇതിലാണ് നമുക്ക് ഭക്ഷണം കൊടുക്കുക. അപ്പൊ ഭക്ഷണം കൊടുക്കേണ്ട സമയം ആവണേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഇവരൊക്കെ ഉണ്ടാവും. പിന്നെ വേറെ പ്രത്യേകത ഇവിടെ ഈ ഫാമിൽ വെച്ചാൽ ഇവരെ കെട്ടിയിട്ടിട്ടില്ല. ഇവ ഏറ്റവും വലിയ ഇത് മറ്റുള്ളവർക്ക് നമുക്കൊക്കെ അനുകരിക്കാവുന്ന ഒരു കാര്യമാണ് കേട്ടോ. ഇവിടെ ആടുകളെ കെട്ടിയിട്ടിട്ടില്ല, എല്ലാവരെയും ഫ്രീ ആയിട്ട് വിട്ടിരിക്കുകയാണ്. ഇവിടെ കഴിഞ്ഞ പ്രസവ മുറി അപ്പുറത്ത്, അത് കഴിഞ്ഞ അപ്പുറത്ത് മുത്തിരി മുതിർന്നവര്, അങ്ങനെ 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 അല്ലേ കാണാനായിട്ട്. ബ്രൗൺ ബീറ്റ് ഈ കേജിനകത്ത് നിറച്ചു പെണ്ണുങ്ങളാണ് കേട്ടോ. ഒറ്റൊരുത്തനേ ഉള്ളൂ ഈ നമ്മളുടെ ബീറ്റൽ, ബ്രൗൺ ബീറ്റൽ. അപ്പം ഇവിടെ എന്താ വെച്ചാല് ഈ നമ്മുടെ ഹീറ്റിങ്ങിനനുസരിച്ച് മാറ്റിംഗ് നടക്കും. പിന്നെ പ്രഗ്നന്റ് ആയി കഴിഞ്ഞ് കണ്ടോ, ഇണചേർന്ന് നിൽക്കുന്നത് ഭയങ്കര പ്രണയമാണ് അവിടെ. അങ്ങനെ അവര് പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ കഴിയുമ്പോ അങ്ങനെ ഗർഭിണിയായി കഴിഞ്ഞാൽ അപ്പുറത്തേക്ക് പോകും, എന്നിട്ട് പ്രസവിക്കും, അത് കഴിഞ്ഞാൽ കുട്ടികളാവും. ഇത്ര തന്നെ. നിങ്ങൾ കണ്ടോ, നമ്മുടെ ആ തൊഴുത്തും അതേപോലെ ഈ തൊഴുത്തും ഇവിടുന്ന് രണ്ടുപേരുടെയും നമ്മളെ വെള്ളം എല്ലാം, വേസ്റ്റ്, ചാണകവും മൂത്രവും ഇതെല്ലാം നമുക്ക് പോകുന്നത് ഈ ഒരു കൂടിനകത്തേക്കാണ്. അപ്പോ ഈ കൂടിങ്ങനെ മൂടിയിട്ടത് കൊണ്ട് പിന്നീട് നമുക്ക് എന്താന്ന് വെച്ചാല് നമ്മുടെ വേനൽക്കാലൊക്കെ ആവുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് വെള്ളവും കാര്യങ്ങൾക്കൊക്കെ ആയിട്ട് ഇതങ്ങ് ഈ പുല്ലുകളിലേക്ക് ഇങ്ങനെ അടിച്ചു കൊടുക്കും. ഈ പുല്ലുകളാണ് നമ്മുടെ ആനകൾക്കും പശുക്കൾക്കും കോഴികൾക്കും ഒക്കെയുള്ള തീറ്റ കേട്ടോ. ഇതിലേക്ക് അങ്ങ് അടിച്ചു കൊടുക്കും. അപ്പോ എന്തായി, നമുക്ക് ബാഡ് സ്മെല്ല് ഉണ്ടാവില്ല. പിന്നെ ഒരു നല്ല ഹൈജീൻ ആയിരിക്കും, നല്ല വൃത്തി വെടുപ്പുണ്ടോ. നിങ്ങൾ തന്നെ കണ്ടില്ലേ, വീഡിയോയിലൊക്കെ കാണുന്നില്ലേ. അപ്പൊ അതിനനുസരിച്ച് നല്ല എന്താ പറയാ, ഒരു പൊട്ട സ്മെല്ല്. കോഴിക്കൂടിന്റെ അടുത്ത് പോയപ്പോ ഒരു പൊട്ട സ്മെല്ലില്ല, പിന്നെ പശുത്തൊഴുത്തിന്റെ അടുത്തെത്തിയപ്പോ ഒരു സ്മെല്ലില്ല, നമ്മള് പൂന്തോട്ടത്തിൽ പോയപ്പോ ഒരു സ്മെല്ലില്ല. അതെ, ഞാനിവിടെ നിന്ന് സംസാരിക്കുന്നത് നമ്മുടെ ആട്ടിൻകുട്ടികളുടെ അടുത്താണ്. ഇവിടെ ഒരു സ്മെല്ലില്ല. കാരണം എല്ലാം നമ്മുടെ ഇവരെ ഈ ഒരു കുഴി, അവിടെ ഒരു ഡസ്റ്റ്ബിൻ പോലെയാണ്, ഒരു വലിയൊരു കേജ് പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ്. എന്നിട്ട് അതിനകത്തേക്ക് പോയി അവിടുന്ന് ഈ പുല്ലുകളിലേക്കൊക്കെ അടിച്ചു കൊടുക്കും. നമ്മൾ ആ കോഴികൾക്ക് നമ്മുടെ കോഴികൾക്ക് ചാണകമാണ്, തൊഴുത്തിൽ നിന്നുള്ള ചാണകമാണ് ഇപ്പൊ കൊണ്ടുപോയി കൊടുത്തത്. ആ കോഴികൾ അതിൽ നിന്നുള്ള നമ്മുടെ ഈ ചാണകത്തിനുള്ളിലുള്ള അവരുടെ ഭക്ഷണമൊക്കെ ഇങ്ങനെ കഴിച്ച് ഈ ചാണകം അവിടെ കിടന്ന് വളമായിക്കൊണ്ടിരിക്കുകയാണ്. കണ്ടോ, എല്ലാവരും ഓടിപ്പോകുന്നത് കണ്ടോ. അവരുടെ ഭക്ഷണം കണ്ടപ്പോ എല്ലാവരും അങ്ങോട്ട് ഓടിക്കൊണ്ടിരിക്കുക. നമ്മളുടെ ഇവിടെ ഇങ്ങനെ തൊഴുത്ത് ക്ലീൻ ചെയ്യണത് നമ്മുടെ കാർ വാഷർ അല്ലേ, നമ്മള് ആ ഫ്ലഷ് ഉപയോഗിച്ചിട്ടാണ് നമ്മളിവിടെ ഇങ്ങനെ വാഷ് ചെയ്യുന്ന. ഞാൻ വീണേനെ സ്ഥലം കണ്ടോ, നന്നായിട്ടുണ്ടല്ലേ. പശുക്കൾക്കൊക്കെ ഇപ്പൊ നമുക്ക് ഇവർക്ക് ഭക്ഷണം ടൈമാണ് കേട്ടോ. ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിരിക്കുകയാണ്. നമ്മൾ നേരത്തെ ഇവിടുന്ന് പോകുമ്പോ ഇവര് കുളിച്ച് കുട്ടപ്പന്മാരായിട്ട് നിൽക്കലായിരുന്നേ. ഇപ്പൊ തൊഴുത്തെല്ലാം ക്ലീൻ ചെയ്തതിന് ശേഷം ഭക്ഷണമൊക്കെ ഇട്ട് കൊടുത്തു. ഇവരിങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ കഴിക്കുകയാണ്.
ഇവരങ്ങനെ ശീലിപ്പിച്ചൊക്കെയാണ്. നമ്മള് ഇതിന്റെ ഒരു നേരത്തെ കയ്യിൽ കൊടുത്തപ്പോ അവര് കഴിച്ചില്ലല്ലോ നമ്മള്. ഇപ്പൊ ഇങ്ങനെ ഇട്ട് കൊടുത്ത് കഴിപ്പിച്ച് അവരതങ്ങ് ശീലിച്ചിക്കാണ്. പിന്നെതാ ഈ തൊഴുത്ത് കണ്ടില്ലേ, തൊഴുത്തിന്റെ ഒരു പ്രത്യേകത എന്താ, ഓല കൊണ്ടാണ് മേഞ്ഞിരിക്കണത്. അപ്പൊ നല്ല വേനലിലും നല്ല കൂളിംഗ് ആയിരിക്കും ഇവിടെ. അപ്പൊ ഇവിടെ AC ഒന്നും ഇട്ട് കൊടുക്കേണ്ട ഒരു ആവശ്യമില്ല നമുക്ക്. വളരെ കൂളായിട്ട് കണ്ടോ, കാറ് കഴുകുന്ന നമ്മുടെ കാറൊക്കെയാണ് നമ്മൾ ഇതുകൊണ്ട് കഴുകാറുള്ളത്. ഇപ്പൊ കണ്ടില്ലേ എത്ര ഭംഗിയായിട്ടാണല്ലേ തൊഴുത്തപ്പൻ. ഇപ്പൊ കുറച്ച് വെള്ളവും മതി. ഇതുപോലെ ചെയ്യുന്നത് കൊണ്ട് ഒരു ഗുണം എന്താന്ന് വെച്ചാല് കുറച്ച് വെള്ളം മതിയല്ലോ. ഇത്രയും വലിയ തൊഴുത്തും സ്ഥലങ്ങളൊക്കെ കഴുകാനൊക്കെ ആയിട്ട് കുറച്ച് വെള്ളം മതി. അജിന്ത്യ പ്രസ ഫാമിലി വ്ലോഗ് സൈനിങ് ഓഫ്. ടാറ്റ, ബൈ ബൈ.